ഹായ് ഹലോ, ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായിട്ട് പറയുന്നുണ്ട് നമ്മുടെ അരാപ്പയ്മേനെ അക്വേറിയത്തിൽ നിന്ന് മാറ്റണം എന്നല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അരാപ്പയ്മേനെ അക്വേറിയത്തിൽ നിന്ന് മാറ്റുക കേട്ടോ. പുള്ളിക്ക് വേണ്ടി നമുക്ക് അത്യാവശ്യം അവനെ നീന്തി നടക്കാൻ പറ്റുന്ന ടാങ്ക് പണിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ടാങ്ക് പണി അങ്ങ് തുടങ്ങിയേക്കാം. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാവേ. അപ്പം നമ്മുടെ ഒരു കിളിക്കൂടിരുന്ന സ്ഥലമാട്ടോ കാണുന്നത്. അവിടെ അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് അവിടെയാണ് നമ്മുടെ ടാങ്ക് പണിയുന്നത്. നമുക്ക് എത്ര വേണം നമ്മുടെ ക്ലീനിങ് അങ്ങ് തുടങ്ങിയേക്കാം. എന്നിട്ട് വയ്യ നമ്മൾ ആ കിളിക്കൂടിനകത്ത് തന്നെ കേട്ടോ പടുതായിട്ട് ടാങ്ക് ആക്കുന്നത്. അപ്പം നമുക്ക് വേഗം നമ്മുടെ പണി അങ്ങ് നടത്തിയേക്കാവേ. അപ്പോൾ ഗായ്സ്, നമ്മുടെ അരാപ്പയ്മയുടെ ടാങ്ക് പണിത് വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാം. ഒരു 3 അടി നീളവും 3 അടി വീതിയും അതുപോലെ തന്നെ 3 അടി പൊക്കമുള്ള ടാങ്ക് ആട്ടോ. അപ്പോൾ ഇനി നമ്മൾ അവനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്ത് pH കൂടെ ഒന്ന് നോക്കിയിട്ട് അവനെ പയ്യെ അങ്ങ് ഇറക്കി വിടാം കേട്ടോ. അപ്പം നമ്മുടെ ടാങ്കിലെ വെള്ളത്തിൻ്റെ pH നോക്കിയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പയ്യെ നമ്മുടെ മീനെടുത്ത് ഇങ്ങോട്ട് വിടാവേ. അപ്പം നമ്മുടെ അരാപ്പയ്മയ്ക്ക് നമ്മൾ തീറ്റയൊക്കെ എടുത്ത് വയറ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളം അങ്ങ് പറ്റിക്കുക ആദ്യം കേട്ടോ. അത് കഴിഞ്ഞ് പിടിക്കുക, അല്ലാതെ പിടിക്കാൻ പാടായിരിക്കും. അങ്ങനെ പിടിച്ച് നമ്മൾ പുതിയ ടാങ്കിലോട്ട് മാറ്റാവേ. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിലെ വെള്ളം പകുതി ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കവനെ ഇനി പയ്യെ ഒരു തോർത്ത് വെച്ച് വല്ലതും കോരി എടുക്കാൻ നോക്കാവേ. അപ്പോൾ നമ്മൾ നമ്മുടെ മീനെ ഒന്ന് പിടിക്കാൻ നോക്കുക കേട്ടോ. അറിയത്തില്ല എങ്ങനെയാവുമെന്ന്. ഇതിന് അക്വേറിയത്തിൽ ഇട്ടിട്ട് നമ്മൾ ഇന്നേ വരെ അതിനെ തൊട്ടിട്ടില്ല. പയ്യെ നമ്മൾ ആദ്യം തോർത്ത് വെച്ച് കയറ്റാൻ പറ്റില്ല. വലിയ വിഷയമൊന്നും ഉണ്ടാക്കാതെ വന്നോ. ഓണം നമ്മളെ തൽക്കാലം അവനെ ഒന്ന് സെറ്റ് ചെയ്ത് വരയ്ക്കാത്ത കയറുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങനെയും ഒന്ന് എടുക്കാവുന്ന ഇടയ്ക്ക് കയറുന്ന കരുതുന്നു. കുഴപ്പമില്ല. അവിടെ പിടിച്ച് വെള്ളത്തിൽ ഇടുന്നുണ്ട്. ആ ടേപ്പിങ് എടുത്തേക്കാം. നീളം നോക്കി 24 ഇഞ്ച് കേട്ടോ. 24 ഇഞ്ചുണ്ട് നമ്മുടെ അരാപ്പയ്മ. അവനെ നമ്മൾ കൊണ്ടുപോവുകയാണ്. മൊബൈൽ അവലൊരു മീനെ നമ്മൾ നമ്മുടെ ടാങ്കിൻ്റെ അടുത്തെത്തി. ഇനി പയ്യെ എടുത്തങ്ങ് ഇറക്കി വിടുക കേട്ടോ. അതാണ് നമ്മുടെ അരാപ്പയ്മ. പുതിയ ടാങ്കിലേക്ക് ഇറക്കി പയ്യെ റിവേഴ്സ് ഒന്ന് ചാടിച്ച് വിട്ട് നമുക്ക് പുതിയ ടാങ്കിലോട്ട് ചാടിച്ചു കേട്ടോ. അങ്ങനെ എത്ര നാളും ശ്വാസം മുട്ടിക്കിടന്ന് നമ്മുടെ അരാപ്പയ്മ ഇവരൊന്ന് നീന്തി തുടിച്ച് നടക്കും. ഓക്കെ, കുഞ്ഞി വേടാ
പുള്ളി നമ്മൾ ടാങ്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് എയറും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായില്ലേ. പൊങ്ങി വേടാ കൊട്ടാ. നീന്തി തുടിച്ച് നടക്കട്ടെ. ഇങ്ങോട്ട് കൊണ്ടുവന്ന് നല്ല ഗോൾഡൻ കളറായി. അപ്പോൾ പുള്ളിക്ക് തന്നെ ആകെ അത്ഭുതമായി. ഇത്രയും വലിയ ടാങ്കിൽ എന്നെ കൊണ്ടുപോയിട്ട് നേരത്തെ ടാങ്കിനാണെങ്കിൽ പുള്ളിക്ക് വട്ടം തിരിയാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പുള്ളി അതുപോലെ തന്നെ അതിനകത്ത് നീന്തുന്നു. പഴയ ടാങ്കിൽ കിടന്ന് അക്കൂറത്തിൽ കിടന്ന പോലെ തന്നെ. അപ്പം നമ്മുടെ മീൻ പുതിയ ടാങ്കൊക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ട്. ഹെയറും എടുത്തു. ഏയ് കൂട്ടാ ഇവിടെ വാടാ. എന്നാ പറ്റി? കുഴപ്പമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. നിലവിൽ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. എന്നായാലും നമ്മളെ ഓടിയൊക്കെ പോകുന്നുണ്ട്. കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ ആരാപ്പയ്മ അങ്ങനെ വലിയ ടാങ്കിലായേക്കുവാണ്. പക്ഷേ ഇതല്ല കേട്ടോ ഇവൻ്റെ യഥാർത്ഥ ടാങ്ക്. ഇത് തൽക്കാലത്തേക്ക് നമ്മളിവനെ മാറ്റിയെന്നേ ഉള്ളൂ. നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും പറയുന്നുണ്ട് ആരാപ്പയ്മനെ നമ്മുടെ അക്വേറിയത്തിനകത്ത് മാറ്റുക, അക്വേറിയം ചെറുതാണ്, അവന് പറ്റുന്നില്ലയെന്ന്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മളുടെ ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്യുക. ഇതിന് വേണ്ടിയുള്ള ടാങ്ക്, ശരിക്കുള്ള ടാങ്ക് നമ്മുടെ റൂമിനകത്ത് നമ്മൾ പണിതുക കേട്ടോ. അതിൻ്റെ പരിപാടി തീരുമ്പോൾ ഇവനെ പയ്യെ അങ്ങോട്ട് മാറ്റുവേ. അപ്പോൾ എന്നായാലും തൽക്കാലം അതിനകത്ത് കിടക്കട്ടെ. അപ്പം നമ്മുടെ ആരാപ്പയ്മയുടെ ടാങ്ക് മാറ്റത്തിൻ്റെ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോക്ക് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ നമ്മുടെ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കണേ. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.